ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസിയസ്റ്റ് നത്തോലി കറിയാണ്. ഇവിടെ ഒരു 1/2 kg നത്തോലി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വാരി പിന്നെ തേങ്ങ എല്ലാവർക്കും വാങ്ങിച്ചു വെക്കാം. ഫ്രിഡ്ജില്ലാത്തവർക്ക് വാങ്ങിച്ചു വെക്കാൻ പറ്റത്തില്ല, കാരണം അത് വേഗം കേടായി പോകും. അതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ആണെങ്കിലും ഒത്തിരി ദിവസം ഫ്രിഡ്ജില്ലാതെ പുറത്തു വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്തവരാണെങ്കിൽ എപ്പോൾ ഉണ്ടാക്കുന്ന അന്നേരം ഒരു മാഗിയുടെ ചെറിയ പാക്കറ്റ് കോക്കനട്ട് പൗഡർ വരും, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ പൗഡർ വരും. അത് വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ തേങ്ങ ഒന്നുമിടാതെ വെറുതെ വെള്ളത്തിൽ അരച്ചു വെച്ചിരിക്കുന്നതാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്തിയിട്ട് ചുമ്മാ അരച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫ്രിഡ്ജും മിക്സിയും ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ അല്ലെങ്കിൽ ഫ്രഷ് കോക്കനട്ടോ വാങ്ങിച്ചു വെക്കാൻ പറ്റില്ല, അവർ മാഗി പൗഡർ യൂസ് ചെയ്യുക. പിന്നെ ഇൻഗ്രീഡിയൻസ്: 1/2 kg നത്തോലിക്ക് കുറച്ച് കുടംപുളി, നല്ല പുളിയുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള അതൊന്ന് കഴുകി വെള്ളത്തിൽ കുതിർത്തി വെച്ചു. ഇനി ഇതും വാങ്ങിച്ചു വെക്കാൻ പറ്റാത്തവരാണെങ്കിൽ പച്ചത്തക്കാളി, മാങ്ങ എല്ലാ സീസണിലും കിട്ടത്തില്ല, മാങ്ങയോ അല്ലെങ്കിൽ പച്ചത്തക്കാളിയോ ആവശ്യത്തിന് പുളിക്കനുസരിച്ച് ഉപയോഗിക്കുക. ഒരു പച്ചമുളക്, ഒരു ഉള്ളിയുടെ 1/2 എടുത്തിട്ടുണ്ട്, ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. ഇതിന് ഒത്തിരി എരിവുമില്ല, എന്നാൽ കളറും ഉണ്ട്, പക്ഷെ കശ്മീരി ചില്ലി അല്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ടെർമറിക് പൗഡർ, മഞ്ഞൾ, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനമുള്ളൂ. ഇനി നമ്മൾക്ക് ഒരു കുക്കിംഗ് ചെയ്യാം. നമ്മളുടെ പച്ചമുളകും ഉള്ളിയും കൂടെ അതിലേക്ക് ഇടുക. അപ്പോൾ ഇത് ഒത്തിരി മുരിയുണ്ട്, ഇത്രയും വാടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഈ പൊടികളെല്ലാം കൂടി ഇടാം. തീയൊന്ന് കുറച്ചിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റുക. എരിവിൻ്റെ കുത്തിൽ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക നേരിയ തീയിൽ. ഇതിപ്പോൾ മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾക്ക് ആ പുളിവെള്ളം ഒന്ന് ഒഴിക്കാം. മീനിന് ആവശ്യമായ 1 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം ഞാനൊരു 2-3 മിനിറ്റ് വെച്ചു ആ പുളി ഒന്ന് ഇളകി വരുവാനായിട്ട്. അതിനുശേഷം ഞാൻ ഈ തേങ്ങ അരച്ചു വെച്ചത് ഇടുകയാണ്. ഇച്ചിരി വെള്ളമിട്ട് ഞാനത് കഴുകിയെടുത്തു. നിങ്ങൾ മാഗിയുടെയൊക്കെ തേങ്ങ പൗഡർ, പാലിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒത്തിരി വെള്ളം ഇടരുത്, അതിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ യൂസ് ചെയ്യണം. കുറച്ച് വെള്ളം ഇട്ടാൽ മതിയാവും. ഇനി ഇത് ഞാൻ തിളക്കുന്നില്ല, അതിനു മുൻപ് ഞാൻ ഈ മീൻ ഇട്ടൊന്ന് വേവിക്കുകയാണ്. ചെറിയ മീനായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒത്തിരി നേരം വേവിക്കാൻ പറ്റില്ല ഇത്, കാരണം പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കുറച്ച് നേരം ഇട്ടൊന്ന് നല്ലപോലെ തിളക്കുക, തേങ്ങയും പുളിയൊക്കെ പിടിക്കുന്നത് വരെ. ഇപ്പം നമ്മളുടെ മീൻ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് എടുത്തെന്ന് തോന്നുന്നു. ഇത്രയും മതി. ഇനി വേവിച്ചാൽ ഇത് പൊടിഞ്ഞു പോകും. അപ്പം ഞാനിതിവിടെ ഓഫ് ചെയ്യുകയാണ്. കുറച്ച് നേരം നമുക്ക് ആ ചൂടിൽ അങ്ങനെ മൂടി വയ്ക്കാം. ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വെരി ടേസ്റ്റി, യമ്മി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. സീ യു ഓൾ സൂൺ.